കേരളത്തിൽ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു കേസ്. ആ ഒരു കേസിൻ്റെ വിധി വന്നു ഇന്നലെ. പ്രശസ്തനായ സിനിമാ നടൻ ദിലീപ് കുറ്റക്കാരനല്ല, അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കേസിന് വിധി വന്നത്. ആ കേസിലുണ്ടായിരുന്ന പല പ്രതികളും ഇപ്പം റിമാൻഡിലാണ്. അവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു കോടതിക്ക്. കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കോടതി വിധിക്കുന്നത്. എവിഡൻസ്, അതാണ് മെയിൻ. എവിഡൻസ് ഇല്ലാതെ ആരെയും കുറ്റക്കാരാണെന്ന് കോടതിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ കേരളത്തിലൊരു 90% ആൾക്കാരും ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് ഈ കോടതി വിധി വരുന്നതിനൊക്കെ മുമ്പേ അവർ മനസ്സിൽ എഴുതി കഴിഞ്ഞു. കാരണം ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത് ആരൊക്കെയാണ് ഇതിനകത്തുള്ള വ്യക്തികൾ? ഇവരെല്ലാം ഒന്നിച്ച് നടന്ന ആൾക്കാരും ഒന്നിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയി പല പരിപാടികളും പല കാര്യങ്ങളും കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ അവരുടെ ഉള്ളിൽ തീർക്കാൻ പറ്റാത്ത, സോൾവ് ആക്കാൻ പറ്റാത്തൊരു കേസായതുകൊണ്ടാണ് ഇത് വെളിയിലേക്ക് വന്നത്. ഇതിനു മുമ്പ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ഇടയ്ക്കാണ് കുറച്ച് ഈ MMA ഒരുപാട് ആൾക്കാരുടെ വലിയൊരു നീണ്ട നിര തന്നെ ഇതേപോലെ പെണ്ണ് വിഷയം വന്നിട്ട് ആ കേസെല്ലാം സോൾവായി, അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ഈ അതിജീവത എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകൾ, ഈ ഒരു സംഘടനയും കോടതി വളപ്പിൽ കണ്ടിട്ടില്ലല്ലോ ഇവരാരും. ഇതിനകത്ത് ഇവർക്ക് വേണ്ടിയിട്ട് അതിജീവത എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് മെസ്സേജ് ഇടുന്നതല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ട് ആരും പട്ടിണി കിടക്കുകയോ നിരാഹാരം കിടക്കുകയോ അല്ലെങ്കിൽ പൊടി പിടിച്ച് തെരുവിലിറങ്ങിയൊന്നും ആരും ചെയ്തിട്ടില്ല. ദിലീപ് എന്ന് പറയുന്നൊരു വ്യക്തി ഓൾറെഡി ഉണ്ട്, ഓൾറെഡി സ്ഥലത്തുണ്ട്. എല്ലാ കാര്യത്തിനും എവിടെയും ഒളിച്ചു നിൽക്കാതെ അല്ലെങ്കിൽ രാജ്യം വിട്ടു പോവാതെ സ്ഥലത്തുണ്ടാണ്. അദ്ദേഹവും ഇപ്പോൾ അടുത്ത അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെയ്യാത്ത തെറ്റ് ഒരാളുടെ തലയിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ കേരള സർക്കാർ അടുത്ത അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പീൽ പുതിയത് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ വിധി വന്നപ്പോൾ ആ ഒരു ജഡ്ജി അല്ലെങ്കിൽ ദിലീപിന് വേണ്ടിയിട്ട് വാദിച്ച വക്കീലന്മാർ ഇവരൊക്കെ അന്നേരം എന്ത് അടിസ്ഥാനത്തിലായിരിക്കും ദിലീപിനെ വെളിയിലിറക്കാൻ വേണ്ടിയിട്ട് ഈ വാദിച്ചത്? അപ്പീൽ പോയിട്ട് ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ഈ ഒരു കോടതിക്കെതിരെ എന്ത് നടപടിയായിരിക്കും എടുക്കാൻ പോകുന്നത്? ഇത് കേരളമല്ലേ? ഇങ്ങനെയൊക്കെയാണോ?